മകൾക്ക് അച്ഛനെ കാണേണ്ട, സ്വന്തം അച്ഛനെ കാണാൻ താല്പര്യമില്ലെന്നും അമ്മയുടെയും എൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിക്കുന്നു, ഇനി പറ്റില്ല എന്നും അച്ഛൻ്റെ സ്നേഹം എനിക്ക് ആവശ്യമില്ല എന്നും ഒരു 10 വയസ്സുകാരി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോ അത്യാവശ്യം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഒരു മകൾക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മകൾക്ക് അച്ഛൻ്റെ യാതൊരുവിധ സ്നേഹവും ലഭിച്ചിട്ടില്ല എന്നാണ് അർത്ഥമാക്കേണ്ടത്. അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പുരുഷ ബീജം നിക്ഷേപിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു അച്ഛൻ എന്ന് പറയുന്നത് എങ്കിൽ തെറ്റി. അത് ബയോളജിക്കൽ മാത്രമാണ്. ഗർഭപാത്രത്തിൽ ഫീറ്റസായി വളർന്ന് 10 മാസം ചുമന്നും മുലയൂട്ടി കുടിപ്പിച്ചും കുളിപ്പിച്ചും വളർത്തിയത് അമ്മ മാത്രമാണ്. ഒരുപക്ഷെ കുറച്ച് പേരെങ്കിലും ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കില്ല. കാരണം അച്ഛൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണമുണ്ടാക്കി വീടിനും ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി എല്ലുനുറുകി പണിയെടുത്തതിന് ശേഷം ആരും അത് കാണില്ല, അതാണ് അപ്പന്മാരുടെ വിധി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നെടുവീർപ്പിടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാലത്ത് ഇത്തരം വാചകങ്ങൾ കേൾക്കാൻ നല്ല തമാശയാണെന്ന് മാത്രമാണ് എൻ്റെ മറുപടി. കാര്യം ഒരു 15 വർഷം മുമ്പായിരുന്നെങ്കിൽ അത് ശരിയാണ് എന്ന് പറയാം. കാലമൊക്കെ മാറി. അമ്മയും ജോലിക്കാരിയാണ്, അച്ഛനിലും ജീവിക്കും. ഒന്നാമത് ബന്ധം വേർപെട്ട സ്ഥിതിക്ക്. ഇനി മകളെ സ്നേഹമാണ്, അവളില്ലാത്ത ജീവിതം എനിക്ക് നരകതുല്യമാണെന്നൊക്കെ പറയുന്ന പിതാവിനോടൊരു കാര്യം പറയാനുണ്ട്. ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ കണ്ടും കേട്ടും വളരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ, നോവിക്കുന്നത് കാണുമ്പോൾ, കുഞ്ഞുങ്ങൾ വളരുന്നതിനോടൊപ്പം തൻ്റെ അച്ഛനോടുള്ള വെറുപ്പും അവർക്ക് വളർന്നുകൊണ്ടിരിക്കും. മകനെ അല്ലെ മകളെ സ്നേഹിക്കുന്നുണ്ട്, അവരെ ഒരുപാട് എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അമ്മ അച്ഛനിൽ നിന്നും സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം. തൻ്റെ അമ്മ കരയുന്നത് ഒരു മകൻ അല്ലെങ്കിൽ മകൾ കാണേണ്ടി വന്നാൽ, അമ്മയെ തല്ലുന്ന അച്ഛനെ കാണേണ്ടി വന്നാൽ, പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അമ്മയെക്കുറിച്ചും അമ്മയുടെ വീട്ടുകാരെക്കുറിച്ചും വിളിച്ചു പറയുന്നത് കേട്ടാൽ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അച്ഛന് തരുന്ന വില വട്ടപൂജ്യം മാത്രമായിരിക്കും. വെറും ബീജദാതാവ് മാത്രം. ഈ മക്കളോടുള്ള കടമകൾ നിറവേറ്റി മാതാപിതാക്കൾ മാതൃക കാണിച്ചു കൊടുത്താൽ മാത്രമേ തിരിച്ചു മക്കളും മാതാപിതാക്കളുടെ കടമകൾ നിറവേറ്റി അവരെ സ്നേഹിക്കുകയുള്ളൂ. നമ്മൾ എന്തളന്നു കൊടുക്കുന്നുവോ അതേ നമുക്കും തിരിച്ചു കിട്ടും. ഇത് പ്രകൃതി നിയമമാണ്. ഒന്ന് ഓർക്കുക, ഈ കാലത്തെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഗിമ്മിക്കുകൾ കാട്ടിയാൽ പണ്ടത്തെ പോലെ വീഴില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് പ്രത്യേകത ഉള്ളവരാണ്. അത് മറക്കരുത്. ഈ കുഞ്ഞുങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരച്ഛൻ്റെ വേഷം അണിയുന്നുണ്ട് എങ്കിൽ ആദ്യം ആ കുഞ്ഞിൻ്റെ അമ്മ സന്തോഷവതിയാണോ എന്ന് താങ്കൾ നോക്കണം. ഇത് കണ്ടു വളരുന്ന കുട്ടി അച്ഛനെയും ചേർത്ത് പിടിക്കും. ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ആദ്യം പഠിപ്പിക്കേണ്ടത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയുക എന്നതല്ല, ലൈവിട്ട് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതല്ല. അത് കുടുംബത്തിൽ രഹസ്യമായി തീർക്കേണ്ടതാണ്. അല്ലാതെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആങ്കറിന് മുമ്പിൽ കുടുംബ പ്രശ്നങ്ങൾ വിളമ്പുന്നതല്ല. അച്ഛൻ കാണിച്ചു കൊടുത്ത വഴി തന്നെ മക്കളും എടുക്കും. അതല്ലേ ആ കുട്ടിയും വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ തൻ്റെ അച്ഛനെതിരായിട്ട് പ്രതികരണങ്ങൾ കൊണ്ടത്. ഒരച്ഛനില്ലേലും മക്കൾ വളരും. ഇന്നത്തെ നിലപാടുള്ള കുട്ടികളെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. അമ്മയെ കരയിച്ച ഏതൊരച്ഛനും ഓർക്കുക, മക്കളുടെ മനസ്സിൽ നിങ്ങൾ വെറും ഒരു കോമാളി മാത്രമാണ്. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you.